ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി എക്സ്പയറി ഡേ ആണ്. നിഫ്റ്റി സൈഡ് വേസിലാണ്. പ്രത്യേകിച്ച് വലിയ ട്രേഡുകളൊന്നും കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ട് ബാങ്ക് നിഫ്റ്റി സെൻസസ് എല്ലാം കൊടുക്കുന്നുണ്ട്, ക്രൂഡോയിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും കൂടി കുറേ ട്രേഡ് കിട്ടുക എന്നുള്ളതല്ല, ആ ലെവൽസാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണ്ട ലെവൽസ്, നിങ്ങൾക്ക് വേണ്ട സെഗ്മെൻറ്റിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാത്തിലും കൈയിടാൻ നിൽക്കാൻ പറ്റില്ല ഒരാൾക്കും. അപ്പോൾ വേണ്ട സെഗ്മെൻറ്റിൽ മാത്രം ട്രേഡ് ചെയ്യാൻ നോക്കുക. എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യണവർ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത ആഴ്ച ഈ ആഴ്ചയൊക്കെ അങ്ങനെയാണ് ചെയ്ത് പോകേണ്ടത്. പിന്നത്തെ ദിവസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതേ 3 സെഗ്മെൻ്റ് ഉണ്ട്. കുറേ വിലകൾ നിങ്ങൾക്ക് വരും. വില മീൻസ് പ്രൈസുകൾ, ഇഷ്ടംപോലെ എൻട്രി പ്രൈസുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാത്തിലും ട്രേഡ് എടുക്കാമെന്നല്ല, അതിൽ ഏതാണ് നിങ്ങൾ നോക്കണ സെഗ്മെൻറ്റ് അതിന് മാത്രം ട്രേഡ് എടുത്ത് പോകാം. കൺഫ്യൂഷൻ ആവരുത് ഒരിക്കലും. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരെണ്ണത്തിൽ നിങ്ങൾ എടുക്കണ ചില പെസല് വരാം, ചില പ്രോഫിറ്റ് വരാം. അത് ആ സിനാരി അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. മനസ്സിലായില്ലേ? നിഫ്റ്റി നിന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൊമെൻറ്റം മാർക്കറ്റിലുണ്ട്. ഇന്ന് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാനുള്ള മെത്തേഡുകൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണ പോലെയും കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ഇത് 250 പി നിഫ്റ്റി ട്രേഡാണ്. ഇതിൽ ഫസ്റ്റ് ട്രേഡ് ഞാൻ ഈ ലോങ് പൊസിഷൻ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മുടെ എക്സൽ സൈഡിൽ നിന്നാണ് വെച്ചാണത്. ഈ ട്രേഡ് ഞാൻ ആക്റ്റീവ് ആകുമ്പോൾ ഞാൻ പണ്ടായിരുന്നു. ഫസ്റ്റ് നിങ്ങൾ ഈ ട്രേഡ് നോക്കുക. ഞാനൊരു ലെവൽ പറഞ്ഞു 33 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് റെഡ് ക്യാൻഡിൽ വന്നു, അത് ആക്റ്റീവായി ശേഷം അടുത്ത ക്യാൻഡിൽ ഗ്യാപ്പ് ഇട്ട് അടിയിലേക്ക് പോയത്. അടിയിലേക്ക് പോകുമ്പോൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ മെസ്സേജ് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിയിലേക്ക് വരുന്ന നേരത്ത്, എസ് എൽ സൈഡിൽ നിൽക്കുന്ന നേരത്ത് എടുക്കാം എന്നാണ് പറഞ്ഞത് ഞാൻ. അപ്പോൾ ഒന്നെങ്കിൽ ഈ റെഡ് ക്യാൻഡിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഈ ഗ്രീൻ ക്യാൻഡിൽ ഇത്തിരി അടി വന്നിട്ടുണ്ട്, അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ അവിടെ നിന്ന് എടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. നിങ്ങൾ ലിമിറ്റ് നോക്കി ഇരിക്കേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതങ്ങനെയാണ് 10 പോയിന്റ് പോയിക്കണത്. അത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പോയിക്കണത്. പക്ഷെ അത് 1:1 ആണ്. പിന്നെ റീ എൻട്രിയും കൂടി ഞാൻ ഉണ്ടായിരുന്നു. റീ എൻട്രി എസ്എല്ലാണ് പ്രോപ്പറായിട്ട്. പക്ഷേ ഈ എൻട്രി ഓൾറെഡി കയ്യിലുള്ള ആൾക്കാർക്ക് ഇതൊന്നും പോവില്ല. ബേസിക്കലി അതൊരു കോസ്റ്റ് എടുത്ത് നിങ്ങൾ ഹോൾഡ് ചെയ്യണ സിനാരിയോയിലാണ് നിൽക്കണത്. അവിടെ നിങ്ങൾക്ക് ഈ ഒരു നഷ്ടം, ഇപ്പോൾ അടുത്ത എൻട്രിയിൽ ഒരു നഷ്ടം വേണ്ട ആവശ്യങ്ങളില്ല. അത് കോസ്റ്റ് ഹീറ്റായി പോവുക എന്നൊരു ചാൻസേ ഉള്ളൂ അവിടെ. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ട്രേഡ് എടുക്കുക കേട്ടോ. പിന്നെ ഇത് ബാങ്ക് നിഫ്റ്റിയാണ്, 55,600 പി. ഇതൊരു ഡയറക്റ്റ് എസ് എല്ലാണ്. ഓൾറെഡി 10 ക്യാൻഡിൽ ഈ എസ് എല്ലിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. 1 രൂപ 2 രൂപ വ്യത്യാസമാണ് നിൽക്കുന്നത്. 30 പോയിന്റ് ബാങ്കിൽ എസ് എൽ വരിക. അപ്പോൾ അത്രയും അടുത്ത് നിങ്ങളുകൊണ്ട് തന്നെ അത് എസ് എൽ തന്നെയാണ്. ഒരു ചാൻസ് ഇല്ല അതിന് കയറി വരാനായിട്ട്. പക്ഷേ കണ്ടീഷനൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. നമുക്ക് ഗ്രീൻ ക്യാൻഡിൽ ലോസിന് റെഡ് ക്യാൻഡിൽ റിജക്റ്റ് ആക്കണം. ഒരു അത്യാവശ്യം ഡിസ്കൗണ്ട് വരുമ്പോൾ എടുക്കണം. ഇത് മോളിൽ തന്നെ എടുക്കണം എന്നല്ല. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ തന്നെ സെല്ല് പോകും. ഈ 2 റെഡ് ക്യാൻഡിലെ സെല്ല് പോകും. അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം നിൽക്കാം മാർക്കറ്റ്. ഇന്ന് എനിക്ക് കൊടുക്കാൻ പറ്റാത്തൊരു ലെവലും കൂടെ ഉണ്ടായിരുന്നു നിഫ്റ്റിയിൽ. എല്ലാവർക്കും പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന സംഭവമായിരുന്നു. പക്ഷേ അതും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതെൻ്റെ മിസ്റ്റേക്കാണ്. അങ്ങനത്തെ ഒരു ട്രേഡ് കാണിച്ചു തരാം. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഓൾറെഡി നമ്മൾ 25,100 സി രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 43 പറഞ്ഞ ലെവലിൽ എൻട്രി ഉണ്ട്. ഒക്കെ ഓക്കെയാണ്. പക്ഷെ നമുക്കൊരു 30 എന്ന് പറഞ്ഞ ലെവലും കൂടിയും ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ കൊടുത്തില്ലേ. അത് ലേറ്റായി അവിടെ കൊടുക്കാൻ. അത് എക്സാക്റ്റ് എൻട്രി ആയിരുന്നു. അവിടെ നല്ലൊരു പോയിന്റ്, ഒരു 30-35 പോയിന്റ് ഈസി ആയിട്ട് പോയിട്ടുണ്ട്. അത് പക്ഷേ ഞാൻ ഒരു കാര്യം കൂടി പറയാം. അത് നിങ്ങൾ നമ്മളെ കോഴ്സ് എടുത്ത് പഠിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടും. അതൊരു റിവേഴ്സൽ ട്രെൻഡ് പിക്കപ്പാണ്. മനസ്സിലായാൽ മാർക്കറ്റ് റിവേഴ്സലായി ഇപ്പം തന്നെ കയറി എടുക്കുക, പ്രോഫിറ്റ് എടുക്കുക. അതാണ് ആ സീസണിൻ്റെ പ്രത്യേകത. അത് പക്ഷേ നമ്മൾ ആ മെത്തേഡ്, എൻ്റെ ഒരു മെത്തേഡ് പഠിച്ചിട്ടുള്ളവർക്ക് അത് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അല്ലാത്തവർക്ക് പറ്റില്ല. അല്ലാത്തവർക്ക് ഈ പറഞ്ഞ 43 പറഞ്ഞ പ്രൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ നോക്കുക, അവിടെയും പ്രശ്നമുണ്ട്. റെഡ് ക്യാനിൽ ഇവിടെയാണ് വരണത്. ഫസ്റ്റ് റെഡ് ക്യാനിൽ 43 അവിടെ ആക്റ്റീവ് ആവുന്നത് അവിടെയാണ്. പക്ഷേ 5 മിനിറ്റിൽ അത് ലിമിറ്റിൽ വരണം. മനസ്സിലായാൽ അല്ലെങ്കിൽ ഒരു 3 പോയിന്റ് വ്യത്യാസം, 2 പോയിന്റ് വ്യത്യാസം കിട്ടിയാലാണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഇതൊരു 8ാമത്തെ മിനിറ്റ് കഴിഞ്ഞാൽ 9ാമത്തെ മിനിറ്റ് കഴിഞ്ഞാലാണ് ലിമിറ്റിൽ വന്നത്. ലിമിറ്റിൽ തട്ടി പിന്നെ അത് പ്രോഫിറ്റിക്ക് പോയി. കാര്യം 62 വരെ പോയിട്ടുണ്ട്. 42 62 20 പോയിന്റ് പോയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 50-50 ചാൻസാണ്. അത് 50 പോയിന്റ് 20 പോയിന്റ് പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് 20 പോയിന്റ് പോയി എന്ന് പറയാൻ പറ്റുള്ളൂ. അവിടെ എടുക്കുമ്പോൾ അത് അടിയിലേക്ക് പോകാനും നല്ല ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? അതാണത്തെ പ്രശ്നം. പിന്നെ ഇവിടെയൊക്കെ റീ എൻട്രി ഉണ്ടാവുമെന്ന് ചോദിക്കുന്ന ആൾക്കാർ, അതിപ്പോൾ ക്യാൻഡിൽസ് 43ലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് തിരിച്ച് കയറാൻ നമുക്ക് എൻട്രി എടുക്കാനാണ് പറയണത്. അങ്ങനത്തെ എൻട്രി ഓപ്പർച്യൂണിറ്റി ഇവിടെ വന്നിട്ടില്ല. തുടർച്ചയായിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസാണ്. എവിടെയാണ് റെഡ് വരണത്. പിന്നെ ലിമിറ്റിൽ എടുക്കുന്നത് നടക്കില്ല. പിന്നെ തിരിച്ചിറങ്ങി പിന്നെയും കയറുന്നുണ്ട്. പക്ഷേ ഇത് പെട്ടെന്നുള്ള കയറ്റാണ്. ഇത് രണ്ടും പെട്ടെന്നുള്ള കയറ്റാണ്. ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് എൻട്രി ആണെങ്കിലും
റീ എൻട്രിയുടെ കാര്യങ്ങളാട്ടോ. നിങ്ങളത് എടുത്തു കഴിഞ്ഞാൽ തെറ്റും. അതായത് ഇത് 50% ചാൻസ് ഉള്ളൂ, ഇതും 50% ചാൻസ് ഉള്ളൂ. ചാൻസ് ഇല്ല എന്നല്ല, 50% ആണുള്ളത്. പിന്നെ നിങ്ങൾക്കിവിടെ വേറെ എൻട്രി ഇവിടെയാണ് വരണത്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു റെഡ് ക്യാൻഡിലില്ല. റെഡ് ക്യാൻഡിൽ അടിയിൽ ക്ലോസ് ചെയ്തു, പിന്നെ പെട്ടെന്നൊരു ഗ്രീൻ ക്യാൻഡിൽസാണ് തുടർച്ചയായി വന്നത്. പിന്നെ അവിടെ എടുക്കാൻ പറ്റില്ല, വെയിറ്റ് ചെയ്യാന്നുള്ളത് ചെയ്യാവുള്ളൂ. അപ്പം അങ്ങനെയാണ് നിഫ്റ്റിയുടെ ഈ കാര്യങ്ങൾ പോയിക്കണത്. മിസ്സായി പോയ എൻട്രിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നുള്ളത് 81,900 ചെയ്യണം. 81,900 ചെയ്യുന്ന കാണുന്ന 4 എൻട്രീസ് ഉണ്ട്. അതിൽ 4ാമത്തെ എൻട്രി ഡയറക്റ്റ് എസ്സലാണ്. 3ാമത്തെ എൻട്രി ഒരു കോസ്റ്റ് ഹിറ്റാക്കിയാൽ മതി. ബേസിക്കലി 1:1 വന്നിട്ടില്ല. 10 മിനിറ്റ് കഴിഞ്ഞ് കോസ്റ്റ് ഹിറ്റാക്കുക, അത്ര ഉള്ളവർ ചെയ്യാനുള്ളത്. 1ാമത്തെ എൻട്രി നമുക്കൊരു കോസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ചെറിയ രസമില്ല. അതായത് 10 രൂപയോ, നമുക്ക് സെൻസസിന് 40 പോകാനാണ് എസ്എല്. അവിടെ ചിലപ്പോൾ നമുക്കൊരു 10 രൂപയോ 15 രൂപയോ എസ്എല് വരും ഫസ്റ്റ് എൻട്രിയിൽ. അല്ലെങ്കിൽ കോസ്റ്റ് അവിടെ ഹിറ്റാക്കി വേണമെങ്കിൽ ഇറങ്ങാം. അല്ലെങ്കിൽ പിന്നെ റീ എൻട്രി ആണ്. 2ാമത്തെ എൻട്രി റീ എൻട്രി ആണ്. അതിനൊക്കെ ഇത്ര ടൈമേ കിട്ടുള്ളൂ. മനസ്സിലായി? ഒരു ക്യാൻഡിൽ 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എൻട്രിയിലേക്ക് കയറണം. അതൊക്കെയാണ് അവിടുത്തെ പ്രശ്നം. അത് എൻട്രി കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല. അത്ര ഉള്ളൂ കാര്യം. പിന്നെ വേറെ എൻട്രിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാർക്കറ്റ് നിങ്ങൾക്ക് എന്താ ലെവലിൻ്റെ ഉള്ളിലാണ്. അത് ബ്രേക്ക് ചെയ്താലൊക്കെയാണ് എൻട്രികൾ വരിക. തൽക്കാലം അങ്ങനെ സിനാരിയോസ് നടന്നിട്ടില്ല. പിന്നെ 55,800 55,800 രാവിലെ നമ്മൾ നോക്കിയിരിക്കുന്ന ലെവൽസ് കേട്ടോ. 381.25 എന്ന് പറഞ്ഞാൽ രാവിലെ നോക്കിയിരിക്കുന്ന ലെവൽസാണ്. അവിടെ മാർക്കറ്റ് ഒരു വട്ടം കയറി, പിന്നെ ഒരു ഡൗൺഫോൾ ഉണ്ടായി. പക്ഷേ ഇത് എസ് എൽ പോയിട്ടില്ല. അത് കറക്റ്റ് 30 പോയിൻ്റ് അവിടെ പ്രൊട്ടക്റ്റ് ആയി നിന്നിട്ടുണ്ട്. ഇത്തിരി ലിമിറ്റിൽ നിന്ന് മുകളിൽ നിന്നാണ് വെച്ചാണ് കേട്ടോ. എന്നിട്ടാണ് പറയണത്. അത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. എന്നിട്ടാണ് അത് കയറി പോയിക്കണത്. എടുത്തവർക്ക് അത് പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും. 120 പോയിന്റ് 120 പോയിന്റ് കിട്ടിയില്ലെങ്കിലും മിനിമം ഒരു എന്ത് വേണമെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ 489 ആണ് ഇവിടെ ആക്റ്റീവ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ക്രൂഡ് ഓയിൽ ഉണ്ട്. ക്രൂഡ് ഓയിൽ ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എന്തായാലും ഇടാം ക്രൂഡ് ഓയിൽ കേട്ടോ. ഒന്ന് ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാ വീഡിയോസിനും ചെയ്യാൻ നോക്കുന്നുണ്ട്. നല്ല രീതിക്ക് ഇൻ ദ സെൻസ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാനാണ് എനിക്ക് പറ്റണ ഒരു കാര്യം. ഇതിൽ വേറൊരു എക്സാജറേഷൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ റിയാലിറ്റിയിലാണ് പറഞ്ഞുകൊണ്ട് ഇരിക്കണത്. അപ്പോൾ ഇവിടെ വേറെ എഡിറ്റ് ചെയ്യാൻ ആളോ വേറെ ഒന്നുമില്ല. ഞാൻ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ അവസരം ഡെയിലി ഇത് ചെയ്ത് പോവുക. മാർക്കറ്റിലൊരു 2 മണി 3 മണി വരെ ഇരിക്കുക, പിന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ ആ ഒരു ഈസിനെസ് ഇല്ല. മനസ്സിലായില്ലേ? എനിക്ക് പെട്ടെന്ന് കട്ട് പേസ്റ്റ് കോപ്പി ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതിൽ കുറച്ച് മനസ്സിലാവാത്ത കാര്യങ്ങളല്ല നമുക്ക് എന്തായാലും വരിക. ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നേരത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറയണ നേരത്താവില്ല. കാണുമ്പോൾ നമുക്കൊരു തെളിച്ചക്കുറവ് വരാൻ സാധ്യതകളുണ്ട്. മാക്സിമം അത് ഞാൻ ഇതിൽ സൂം ചെയ്തിട്ടൊക്കെ ഇങ്ങോട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു പരിമിതിയാണ് പറയണത് കേട്ടോ. എനിക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ ചെയ്യണമെങ്കിൽ വേറെ ആരെങ്കിലും ഇത് മനസ്സിലാക്കി എഡിറ്റ് ചെയ്ത് ഒക്കെ നല്ല രീതിക്ക് തരേണ്ടി വരും. അതാണ് പ്രശ്നം. അങ്ങനത്തെ ഒരു നമുക്ക് അതിന് മാത്രമുള്ള കമൻറ്റ്സ് നമുക്ക് അറിയാമല്ലോ. നമുക്ക് അതിന് മാത്രമുള്ള കമൻറ്റ്സ് ഒന്നും വരുന്നില്ല. ചില നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് കമൻറ്റ്സ് ചെയ്യണത് ഇങ്ങനെയാണ്. അപ്പോൾ അതെനിക്ക് പറ്റാത്ത കാരണമാണ്, സമയമില്ലാത്ത കാരണമാണ്. വേറെ പ്രശ്നമൊന്നുമല്ല. എല്ലാവർക്കും എല്ലാവരും നല്ലതായിട്ട് പോകണം തന്നെയാണ് ആഗ്രഹം. മനസ്സിലായാലും പക്ഷെ നമുക്ക് അതിനുള്ള ഒരു ടൈം കൂടി ഇല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു പോകുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഞാൻ മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും കറക്റ്റായിട്ട് സൂം ചെയ്ത് കാണിച്ചു തരാൻ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും വീഡിയോസിൽ വ്യൂസ് കുറവാണ്, അതിന് ഇത്തിരി കൂടെ എൻഗേജ് ആവണം എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവും. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് നമ്മൾ 2 പേര് അല്ലെങ്കിൽ നമ്മൾ 3 പേര് വിചാരിച്ച് നടക്കുന്ന പരിപാടിയല്ല. മനസ്സിലായില്ലേ? അത് നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. മാക്സിമം ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്താലാണ് ഒരു വാല്യൂ ഇതിന് കിട്ടുള്ളൂ. നമ്മൾ ഇടുന്ന വീഡിയോസിന് കുറച്ചുകൂടി കമൻസും റിയാക്ഷൻസും വരണമെന്നുണ്ടെങ്കിൽ, ലൈക്കും വരണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിചാരിച്ചാലും നടക്കുള്ളൂ. ഞാൻ യൂട്യൂബിലിടാം. യൂട്യൂബിൽ അതിന് മാത്രം റെക്കമെൻഡേഷൻസ് പോവില്ല. അൽഗോരിതം അങ്ങനെയാണ് അതിൻ്റെയൊക്കെ. മനസ്സിലായില്ലേ? നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന പോലെയല്ല യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ. മെയിനായിട്ട് ഇതൊരു ക്യാഷ് ഹാൻഡിൽ ചെയ്യണ ഒരു ഏരിയ ആണ്. ക്യാഷ് ഹാൻഡ്ലിംഗ് ആണ് ഏറ്റവും കൂടുതൽ. നമ്മൾ ക്യാഷ് ഇട്ടിട്ട് വേണം ഈ പരിപാടി ചെയ്യാൻ. ക്യാഷാണ് ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. അപ്പോൾ അതിന് എക്സാജറേഷൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ആൾക്കാർക്ക് കമൻറ്റ്സ് ചെയ്യാം, പ്രോഫിറ്റ് വരുന്ന ആൾക്കാർക്ക് കമൻറ്റ്സ് ചെയ്യാം. അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അഡ്വൈസിങ് കാര്യങ്ങളൊക്കെ. എൻ്റെ ഒരു ചാനൽ ഗ്രോ ആണെങ്കിൽ നിങ്ങളോട് വിചാരിക്കണം.
മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും നടന്ന കാര്യങ്ങൾ ഇട്ട് പോകാനേ എനിക്കിപ്പോൾ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക, അതിലത്തെ വീഡിയോസൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക, ഷെയർ ചെയ്യുക. അതൊക്കെ ചെയ്യാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, എന്നോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്കും കുറേ എൻഗേജ്മെൻ്റ് ഒക്കെ അവിടെ കിട്ടാൻ സാധ്യതകളുണ്ട്. ഇത്രയോണി ആൾക്കാർ ഇത് അറിയാനും ഇതിലേക്ക് വരാനും ട്രേഡിങ്ങിലേക്ക് വരാനല്ല, എൻ്റെ ഒരു കൺസെപ്റ്റിലേക്ക് വരാനും ഇത്രയോണി പ്രോഫിറ്റ് എടുക്കാൻ അവർക്കും കൂടി പറ്റും, മനസ്സിലായാലും. പക്ഷെ അതിൻ്റെ എൻഗേജ്മെൻറ്റ് നിങ്ങളുടെ കയ്യിലിരിക്കണത്. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുക. അപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ്, ലാസ്റ്റ് ഡേ ആണ്. നല്ല ട്രേഡുകൾ കിട്ടട്ടെ, നല്ല ഓപ്പർച്യൂണിറ്റികൾ വരട്ടെ, എല്ലാവർക്കും പ്രോഫിറ്റ് എടുക്കാൻ പറ്റട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.